അംബാസഡർ എന്ന് പറയുന്ന പഴയകാല ഒരു രാജാവാണ്. അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ദാ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു പെട്ടി ഓട്ടോയിലല്ല, ഒരു പിക്കപ്പിൽ കൊള്ളുന്ന അത്രയും സാധനങ്ങളും ആൾക്കാരുമായിട്ട് ജോലിക്കാർക്ക് പോകാൻ പറ്റിയ ഒരു വണ്ടി. പിന്നെ സ്ട്രോങ് ആണ് 100%. നമ്മുടെ കുട്ടിക്കാലത്തെ ചില കാഴ്ചകളിലൊന്നാണ് ഈ തേനീച്ചപ്പെട്ടി കൊണ്ടുവയ്ക്കുന്നതും തേനെടുക്കാൻ വരുന്നതുമൊക്കെ. ഇന്ന് ഞങ്ങളുടെ വീടിനടുത്ത് തേനീച്ചപ്പെട്ടി കൊണ്ടുവയ്ക്കാൻ വന്നവരാണ്. വർഷങ്ങൾക്ക് മുൻപ് തേനീച്ചപ്പെട്ടി വെച്ചവർ തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. അന്നൊക്കെ ഇവർ വരുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഇവരുടെ അടുക്കൽ നിൽക്കുമായിരുന്നു. എന്തിനാണെന്നോ, കുറച്ച് തേന് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ചെന്ന് നിൽക്കുന്നത്. അവർ തേനൊക്കെ എടുത്ത് പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് തന്നിട്ടേ പോകത്തുള്ളൂ കേട്ടോ. ഇന്നും ആ പ്രതീക്ഷ തെറ്റിയില്ല. എന്നെ കണ്ടതും ഒരു പീസ് തേൻ എനിക്ക് തന്നിട്ടാണ് പോയത് കേട്ടോ. ഒരുപാട് പേരൊന്നും ഇപ്പോൾ ഇതിലോട്ട് കടന്നു വരുന്നില്ല. ഈ മേഖലയിൽ ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. പണ്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പഴയതുപോലെ ഇപ്പൊ തേനീച്ചപ്പെട്ടിയിൽ തേനൊന്നും ഇല്ലെന്നാണ് പറയുന്നത് കേട്ടോ. ഈ തേനീച്ച കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനായിട്ടാണ് അവർ ഇന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ തേനീച്ചപ്പെട്ടിയിൽ നിന്നും ഒരു പീസ് തേൻ കഷ്ണം നമുക്ക് വേണ്ടി കട്ട് ചെയ്ത് തരികയാണ് കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളോട് ചോദിച്ചു കുറച്ച് തേനീച്ചപ്പെട്ടികൾ അവിടെ കൊണ്ട് വെക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു കൊണ്ടുവച്ചോളൂ, ബാക്കിൽ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. അങ്ങനെ തേൻ കഷ്ണം കയ്യിൽ കിട്ടിയതും എൻ്റെ മകന്റെ വായിൽ ഒരു കപ്പലോടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. തേനെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഇഷ്ട വിഭവമാണല്ലോ. ഒറിജിനാലിറ്റിയോടെ നമുക്ക് കിട്ടിയാണ് കേട്ടോ. അടിപൊളി. എന്തായാലും ഫ്രഷ് ആയിട്ട് ഇങ്ങനെ എപ്പോഴും കിട്ടാറില്ല. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലേ നമുക്ക് ഇങ്ങനെ കിട്ടാറുള്ളൂ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറെ പെട്ടികളുമായി എൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. കുറച്ച് സ്ഥലം ഇങ്ങനെ ബാക്കിൽ കാട് പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിൽ ഈ തേനീച്ചപ്പെട്ടി വെക്കുമ്പോൾ ഇവർക്ക് ആവശ്യമുള്ള തേന് കിട്ടാതിരിക്കില്ല. ഇപ്പം ഈ മേഖലയിലൊക്കെ ആൾക്കാർ വളരെ കുറവാണ്. അതെ അതെ, തേനീച്ച കർഷകരാണ് കേട്ടോ ഇവർ. വർഷങ്ങളായി തേനി കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അന്നോ ഇന്നും അംബാസഡർ എന്ന് പറയുന്ന ഒരു ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എടുത്ത് റീസ്റ്റോറേഷൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കി അംബാസഡറിനെ റീസ്റ്റോർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പ്രത്യേക വൈബ് തന്നെയാണ്. അങ്ങനെ തേനീച്ചപ്പെട്ടിയും വെച്ചിട്ട് നമ്മളിവിടെ യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഇനി എന്നായിരിക്കും കാണുകയെന്നറിയില്ല കേട്ടോ.